And my name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വ്ളോഗാണ്. യെസ്, കുറച്ച് വ്ളോഗ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യാറുള്ളൂ. കാരണം അങ്ങനെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പം ഈ വ്ളോഗ് ശരിക്കും ഞങ്ങൾ മോൻ്റെ ആദ്യത്തെ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ അതായത് പഞ്ചാബിലോട്ട് പോയതിൻ്റെ വ്ളോഗാണ്. അപ്പം നമുക്ക് നേരെ വ്ളോഗ് കണ്ടു നോക്കാം. ഇപ്പോൾ കണ്ട ഫോട്ടോസൊക്കെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോണെയാണ്. വ്ളോഗിങ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് കാരണം എൻ്റെ കയ്യിൽ വാവ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെ ഏട്ടനും അമ്മയും ഉണ്ടായിരുന്നു. പക്ഷെ വാവനെ ഞാൻ എടുത്തേക്കായിരുന്നു. അത് കാരണം അങ്ങനെ വ്ളോഗിങ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ എന്താകണ്ട വാവ നല്ല ബഹളമൊക്കെ വെച്ച് കിടന്നുറങ്ങിയതായിരുന്നു. ഫ്ലൈറ്റ് 11 ഉറക്കം തന്നെ ആയിരുന്നു ശരിക്കും. പിന്നെ കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ട്. ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നല്ലോ, പിന്നെ കൊച്ചു കുഞ്ഞല്ലേ, 4 മാസം ആയിട്ടേ ഉണ്ടായുള്ളൂ. പിന്നെ അമ്മയുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഓൾ ഇൻ ഓൾ ഒരു മിക്സ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം അവൻ കുറച്ച് കരയുകയും കുറച്ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു വ്ളോഗിങ് ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, അതൊക്കെ ജസ്റ്റാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി, ദെൻ ഡൽഹി ടു അമൃത്സർ, അങ്ങനെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പം എയർപോർട്ടിൽ വെച്ചിട്ടൊക്കെ അവൻ നല്ല ബഹളമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ അവന് പാല് കൊടുത്ത് ഉറക്കി കിടത്തിയതായിരുന്നു. ഇത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റോ, എന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ്, അതിൻ്റെ വിഷ്വൽസ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 3-ാം തീയതിയാണത്, നവംബർ 3-ാം തീയതിയാണ് പോയത്. നവംബർ 4-ാം തീയതി ആയിരുന്നു ദീപാവലി. ഞാൻ ദീപാവലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹിമാചൽ, ഡൽഹൌസി, ഖജിയാറൊക്കെ കറങ്ങാൻ പോയി. അതുപോലെ തന്നെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളൊക്കെ കറങ്ങാൻ പോയി. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പറ്റാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻഡിവിജ്വലി ട്രാവൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നമ്മളൊരു കുഞ്ഞിനെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് കുറച്ച് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലേ. അമ്മ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അമ്മയ്ക്ക് ആദ്യമൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ആ പേടിയൊക്കെ മാറി കേട്ടോ. അങ്ങനെ ഇതാ അദ്ദേഹം നല്ല ഉറക്കമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ ഒരു 1.5 ബഹളമായിരുന്നു വെച്ചത് ശരിക്കും പറഞ്ഞ. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ ഉറങ്ങി, കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഉറക്കമായിരുന്നു അവന്. ഇവിടെ അച്ഛമ്മയും മോനും വിൻഡോ കൂടെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തറിഞ്ഞിട്ടാണ് എന്ത്, കാരണം ഞങ്ങൾ പോകുമ്പോൾ ഇവന്റെ തലയൊന്നും ശരിക്കും ഉറച്ചിട്ടൊന്നും ഉണ്ടായില്ല. അത് കാരണം അവനൊരു അങ്ങനെ അത്ര നോളജും ഇല്ലാതെ നമുക്ക് പുറത്തോട്ട് നോക്കണം, കാഴ്ചകളൊക്കെ കാണണം. പക്ഷെ തിരിച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവനെ കൊണ്ട് വന്നത്. അപ്പോഴത്തേക്ക് ഇവന് കുറച്ചും കൂടിയൊക്കെ ഒരു ഇതായിരുന്നു. അത് കാരണം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തിരിച്ചു വന്നപ്പോൾ ഒട്ടും കരച്ചിലോ ബഹളവും ഒന്നും ഉണ്ടാക്കാതെയാണ് അവൻ വന്നത്. ഈ ഫോട്ടോസൊക്കെ ശരിക്കും ഭയങ്കര ഒരു മെമ്മറിയാണ് ഞങ്ങൾക്ക്. ഇതിപ്പോൾ അമൃത്സർ എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്ത് ഞാൻ ചേട്ടനെയും ചേച്ചിയെയും മോളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരായിരുന്നു പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ കുറച്ച് 1/2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമൃത്സറിലെ ഹവേലി എന്ന് പറയുന്നൊരു എന്താ പറയുക റെസ്റ്റോറൻറ്റ്, ഈ കാണുന്ന എൻ്റെ ചേച്ചിയുടെ മോള് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാണ്ട് ചേച്ചി, കാരണം കുറേ നാൾ കഴിഞ്ഞിട്ട് കണ്ടല്ലേ. അപ്പം ഹവേലി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ ഫുൾ പഞ്ചാബി കൾച്ചറൊക്കെ കാണാൻ പറ്റും. പഴയ പഞ്ചാബിൻ്റെ എല്ലാ എന്താ പറയുക ഇങ്ങനെ രൂപങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമാണ്. നമുക്കൊരു പഞ്ചാബി കൾച്ചറൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിവിടെ മ്യൂസിക്, പഴയ എന്തൊക്കെയാണ് വാദ്യങ്ങൾ, മ്യൂസിക് പാട്ടിൻ്റെയൊക്കെ വാദ്യങ്ങൾ, തമ്പുരു അങ്ങനെ സാധനങ്ങളൊക്കെ, പഴയ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തുമ്പി എന്നൊക്കെ പറഞ്ഞാണ് ഈ സാധനമൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ പൂമ്പാറ്റല്ല, തുമ്പി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പം അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ശരിക്കും. നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിലൊക്കെ ഗ്രാമോഫോൺ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ശരിക്കും അമൃത്സറിലും ഉണ്ട്, പഞ്ചാബിലും ആൻഡ് ജലന്ധറിലും ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ നമുക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടുത്തെ എനിക്ക് തോന്നുന്നു മ്യൂസിക് ആൾക്കാരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇതാ അത് പെണ്ണല്ല ശരിക്കും, അത് പെണ്ണിൻ്റെ ഒരു രൂപമാണ് കേട്ടോ. അതായത് പഴയ വീട്, സ്കൂള്, മാഷ് ഇരുന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ പഞ്ചായത്ത് കൂടിയിരിക്കുന്നു, പോലീസ് നേവിക്കാരൻ്റെ വീട്, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടോ, ഒരു ഹസ്ബൻഡും വൈഫ് ഇരുന്ന് വൈകുന്നേരം ചായ കുടിക്കുന്നു, ഇങ്ങനെ പെണ്ണുങ്ങളിൽ നിന്ന് വർത്താനം പറയുന്നു, അങ്ങനെയൊക്കെ നല്ല രസമാണ്. നല്ല നമുക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയപ്പോൾ എന്ത് ഭംഗിയാണ്, ശരിക്കും റിയൽ ആയിട്ട് തോന്നും, അത്രയും ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. ശരിക്കും പഞ്ചാബിലെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് ഒരുപാട് എന്താ പറയുക, നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഹിസ്റ്ററിയെ കുറിച്ചിട്ടൊക്കെ ഇതാ പഴയ റേഡിയോ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല രസമാണ്. വന്ന് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് ശരിക്കും പഞ്ചാബ് എന്നൊക്കെ. റിച്ച് ഇൻ കൾച്ചർ എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും. ഈ കാണുന്നത് പഴയ ടൈപ്പ് ഓട്ടോ ആണ് കേട്ടോ. അതായത് ഇപ്പം പാൽക്കിയിൽ ഇങ്ങനെ ഒരു നവവധുവിനെ കൊണ്ടുപോകുന്നു, തയ്യക്കാരൻ നിന്ന് തയ്ക്കുന്നു. പഴയ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ്. മാഷിരുന്ന് കുഞ്ഞു കുഞ്ഞ് സർദാർജികളെ പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അമ്മയൊക്കെ ശരിക്കും ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണോ, എന്തൊക്കെ രസമാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. അതായത് ഡോക്ടറാണ് കേട്ടോ, ഡോക്ടറും പേഷ്യൻസിനെയൊക്കെ നോക്കുന്നതൊക്കെ ആയിട്ടാണ് കേട്ടോ. അത് ബാക്കിൽ മരുന്നൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് പുറത്തെ ഏരിയ ആണ്. ഞങ്ങൾ ചെന്നപ്പോൾ വൈകുന്നേരം ആയിരുന്നല്ലോ, 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക്. ഇതാണ് റെസ്റ്റോറൻറ്റിലോട്ടുള്ള വഴി. പുറത്തിരുന്ന് നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസും ഉണ്ട്, ചാട്ട്, ഭട്ടൂര, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ അകത്ത് പ്രോപ്പർ ലഞ്ച് ഡിന്നറൊക്കെയാണ്. വാവ ചേച്ചിയുടെ കയ്യിൽ കൈ ചപ്പുന്നു, ഇത് തന്നെ എൻ്റെ പണി ഇപ്പോഴും അതെ. ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, മാഷിരുന്ന് പഠിപ്പിക്കുകയാണ് പിള്ളേരെ. അങ്ങനെയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് നല്ല സ്പേസിലാണ് ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. പിള്ളേരെ കൊണ്ടൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ സൈഡിൽ ചാർപ്പായി എന്ന് പറയുന്ന സാധനം അതൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കിരിക്കാം. ഇത് പോസ്റ്റ് ഓഫീസാണ്, പോസ്റ്റ് മാനൊക്കെ നിൽക്കുന്നു, പോസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പഴയ ജ്വല്ലറിയുടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ പണി നടക്കായിരുന്നത് കാരണം നമുക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ കടകളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സൂവിനിയേഴ്സ്, അങ്ങനെ ടീഷർട്ട്സ്, പ്രോപ്പർ പഞ്ചാബി ടീഷർട്ട്സ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ മാജിക് കളിക്കാനായിട്ട് ഒരാൾ മജീഷ്യൻ ഇരിപ്പുണ്ടാവും, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രിക്സ് ഒക്കെ കാണിച്ചു തരും. പിള്ളേർ ഇവിടെ കളിക്കുന്നതായിട്ട് കൊച്ചു പെൺപിള്ളേർ കളിക്കുന്നു. അതായത് സർപഞ്ച് ഉണ്ടല്ലോ, പഞ്ചായത്തിലെ ഏറ്റവും ഹെഡായിട്ടുള്ള ആൾ, പുള്ളിക്കാരൻ ഇരിക്കണു, വർത്താനം പറയണു. 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുത്തേക്കുന്നുണ്ടാവുക. നമ്മൾ പറയുന്നത് അതിലേതവരുണ്ട്, നമ്മുടെ വാവയാണ്, മൊട്ടത്തലൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രോപ്പർ ഒരു വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ മീൻസ് ചെറിയ ചെറിയ രീതിയിലൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് എനിക്ക് വ്ളോഗിങ് ചെയ്യാനേ ഭയങ്കര നാണമായിട്ട് ആണ്. ഇതൊരു നവവധുവിനെ ഇങ്ങനെ നാണായിട്ട് വധു ഇങ്ങനെ ഇരിക്കുകയാണ്, പഞ്ചാബി ഡ്രസ്സൊക്കെ ഇട്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഡേ എത്തിയതിൻ്റെ വ്ളോഗ്. ഇനിയും കുറച്ച് വ്ളോഗുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പയ്യെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത് രാത്രിയായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്, ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.